ഓക്കെ, നമ്മൾ നമ്മുടെ വ്യൂവിലേക്ക് പോകുന്നു. അപ്പോൾ സ്ഥിരം പറയുന്ന ഡയലോഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഫോർമാറ്റിൽ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എനിക്കും ഒരു റെസ്റ്റ് കിട്ടും, കാണുന്നവർക്കൊരു വെറൈറ്റിയാണ്. നമുക്ക് നേരെ വ്യൂവിലേക്ക് പോകുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇനി തൊട്ട് മുമ്പുള്ള ആ വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. കാരണം അന്നത്തെ ഈ ഒരു ആരോസും കാര്യങ്ങളൊക്കെ ഇന്നിട്ടതാണോ അന്നിട്ടതാണോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീക്കിലി അനലൈസ് വീഡിയോ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അറിയുള്ളൂ ഈ ലൈൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2516 മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 2545 2573 താഴത്തേക്ക് വന്നാണല്ലോ ലെവലും ഈ ആരോസിൽ നിങ്ങൾക്ക് കാണാം. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പറഞ്ഞിട്ടാണ് നിന്നത്. അപ്പോൾ കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്തു പോയി. RSI ഇവിടെ മടങ്ങി വരുന്നുണ്ട് 4 മണിക്കൂറിന് താഴത്തോട്ട്. നമ്മൾ 2 ബോക്സ് വരച്ചതിൻ്റെ അവിടെ തന്നെയാണ് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്നത്. വലിയ സെക്കൻഡ് സപ്പോർട്ട് താഴത്തോട്ട് എടുത്തു എന്ന് വെച്ചാൽ നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ച വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടിൽ തന്നെയാണ് മാർക്കറ്റ് കറക്റ്റായിട്ട് ആ ലൈനൊക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ക്രോസ് ഓവർ വന്നു, ഒരു ഡൗൺ വന്നു, വീണ്ടും അടുത്തൊരു ക്രോസ് ഓവർ വന്നു, മേളിലോട്ട് പോയി, പിന്നെ ഒരു ക്രോസ് ഓവർ വന്നു. അപ്പോൾ ഈ ക്രോസ് ഓവർ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫുൾ ലെങ്ത് ക്യാൻഡിൽ കാണുന്നുണ്ടെങ്കിലും ഈ മടക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് ഡൗൺ ആവാൻ തുടങ്ങിയെന്ന്. ലൈവ് മാർക്കറ്റിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ഈ RSI ഒക്കെ ടാലി ആവുന്നത്. അപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഈ ക്രോസ് ഓവർ വന്നതും ബ്രേക്ക് ആവണതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ല കൺസോൾട്ടേഷൻസ് തന്നെയായിരുന്നു മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 2503 മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് 2505 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ള ആലോചനയിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇവിടെ പറയാനില്ല. 2505 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ മാത്രം അപ്സൈഡിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ താഴത്തോട്ട് എവിടം വരെ വരാം? നിൽക്കുന്ന 2505 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയില്ല. ഇപ്പോൾ RSI ഒരു ക്രോസ് ഓവർ സോണിലാണ് നിൽക്കുന്നത്. 50%. RSI 50ലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ടാണ്, താഴത്തോട്ടാണോ എന്നുള്ളത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ ഒരു ട്രെൻഡ്, അതായത് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് പോയാൽ, അതായത് 2493 കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഇപ്പോൾ ലൈവ് കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ ആഴ്ചയിൽ ഒരു ലോ ഉണ്ട്. ആ ലോ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് മാർക്കറ്റ് നമ്മൾ എങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? 2476 ഭാഗത്തേക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2462 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും ബ്രേക്ക് ആയാൽ 2443. ഇനി മാർക്കറ്റ് 2505 സപ്പോർട്ടഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2523. അവിടെ നിന്നും ഒരു ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ അതേ ലെവൽ തന്നെ മാറ്റാൻ നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. 2545 അവിടെ നിന്നും ബ്രേക്കായ 2573. അപ്പോൾ ഈ ലെവലിലാണ് നമ്മൾ ഈ ഒരു ആഴ്ചത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. മാർക്കറ്റ് കൺസോൾട്ടേഷനായി നിൽക്കുന്ന കാരണം നമുക്ക് 4 മണിക്കൂർ മാറ്റിയിട്ട് ഡെയിലിയിലേക്കൊന്ന് നമുക്കൊന്ന് നോക്കാം. ഡെയിലി നോക്കുമ്പോൾ മാർക്കറ്റ് താഴത്തോട്ടാണ് ക്രോസ് ഓവറായി നിൽക്കുന്നത്. അതായത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് പക്ക നിൽക്കുന്നത്. താഴത്തോട്ട് വന്നാലും സപ്പോർട്ട് എടുക്കാനായിട്ട് 2474 മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി. നമുക്ക് പിന്നെ വീക്കിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീക്കിലിയിൽ അപ്പർ സൈഡാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ഇഷ്യൂ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നിൽക്കുന്നത് 2492 എന്നുള്ള പക്ക കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 2538 2426 പുറത്ത് കടക്കാതെ നമുക്കൊരു ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? RSI വീക്കിലിയിൽ ഹൈ ആണെങ്കിലും വരുന്ന ക്യാൻഡിൽ മുഴുവൻ ഗ്രീൻ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ റെഡും ഗ്രീനും കാരണം അടുത്തൊരു 3 ആഴ്ച, അതായത് 2 മാസത്തേക്ക് മാർക്കറ്റ് 2492 അടുത്ത് തന്നെ നടന്ന് ഇങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 1 ഡേ ക്യാൻഡിലിൽ RSI നേരെ മുകളിൽ പോയിട്ട് അല്ലെങ്കിൽ താഴത്ത് പോയിട്ട് മുകളിലോട്ട് വരാം.
അപ്പോൾ വീക്കിലിയിൽ ഹയർ ടൈം ഫ്രെയിം ലോങ്ങിൽ കിടക്കുന്നുണ്ട്. അതായത് സ്വിംഗ് ട്രേഡിനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ലോങ്ങിൽ കിടക്കണ്ടെങ്കിലും ഡെയിലിയിൽ ഡൗൺ ആണ് കിടക്കുന്നത്. അതായത് ഈ ഒരു SMA സപ്പോർട്ട് എടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. റെഡും ഗ്രീനും മാറി മാറി വരാനാണ് 2 മാസത്തേക്ക് ചാൻസ് എന്നാണ് തോന്നണേ. നമുക്കെന്തായാലും മുമ്പോട്ടുള്ള യാത്ര പോയി നോക്കാം, അതേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ ഒരു ഡൗൺ സൈഡിലേക്ക് വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. 2505 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ബൈ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ഇതിന് താഴ്ത്ത് നിൽക്കുന്ന അത്രയും കാലം മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണെന്നാണ് നമ്മളുടെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ. അതോടൊപ്പം നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മുടെ ഇവിടെ ഐ ബട്ടണിൽ ഞാനൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ആഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.